ജീവിച്ചിരിക്കണേ ഇബ്രാഹിമിനെ വിളിച്ചില്ല. ഇറാഖിൽ ഏകഛത്രാധിപതിയായ നമ്രൂദിന്റെ നാട്ടിൽ തൗഹീദിന്റെ ധീരശബ്ദവുമായി പ്രബോധന ഘോഷയിൽ എന്റെ ഭർത്താവ് അവിടെ ഉണ്ട്. വിളിച്ചില്ല. ആദം അലൈഹിസ്സലാം മുതൽക്കുള്ള ഒരാളെയും വിളിച്ചില്ല. ഹക്ക് കൊണ്ട് ചോദിച്ചില്ല, ജാഹു കൊണ്ട് ചോദിച്ചില്ല, ബർക്കത്ത് കൊണ്ട് ചോദിച്ചില്ല. അതുകൊണ്ടാണ് പറ്റില്ലെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറ്റില്ലെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആരൊക്കെ ഊരുവിലൊക്കെ ഏർപ്പെടുത്തിയാലും, ആരൊക്കെ വിവാഹങ്ങൾ മുടക്കിയാലും, ആരൊക്കെ മയ്യിത്ത് ഖബറിലേക്ക് എടുക്കില്ലെന്ന് പറഞ്ഞാലും, മോളെ കെട്ടിക്കാൻ രജിസ്റ്റർ കൊണ്ട് വരില്ലെന്ന് പറഞ്ഞാലും പറ്റില്ല എന്ന വിയോജിപ്പുമായി നിൽക്കുന്നത്. അപ്പുറത്തുള്ള ഉമ്മ ഏലസ് മൈക്കെല്ലാം കെട്ടുന്ന ബീവിയായ ഉമ്മ ഉണ്ടായിട്ടും ഇപ്പുറത്തെ റൂമിൽ തൗഹീദിന്റെ ധീരശബ്ദമായ ചെറുപ്പക്കാരൻ നിലകൊള്ളുന്നത് വേറൊന്നുകൊണ്ടല്ല. അനുഭവമുണ്ട്. ഞാനേ മാഹി ഉള്ളിലൊരു സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കാം. അതേപോലെ ഒന്നല്ല, പ്രസംഗിക്കുമ്പോ ഭയങ്കര